ഇന്ന് ഒരു എഫ്ഐആറും കൂടെ ഞങ്ങൾ എടുക്കും, ഒരു കേസും കൂടെ എടുക്കുന്നുണ്ട് വേറെ ഇൻസിഡൻറ്റിന് വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് അന്വേഷണം എഫ്ഐആർ എടുത്ത് നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. 1-2 ഇൻസിഡൻറ്റും കൂടെ വരാൻ ഇതുവരെ അന്വേഷണത്തിൽ തെളിയുമെന്നാണ് തോന്നുന്നത്. സാർ, അത് ഈ കുട്ടികളെ ഇങ്ങനെ വിറ്റു എന്നുള്ള രീതിയിലുള്ള കേസാണോ അതോ ഇതിന് സമാനമായ കേസാണോ? ഏത് വിൽപ്പന നടത്തി എന്നുള്ളതാണോ? വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. അത് ഇവിടെ കേരളത്തിൽ തന്നെയാണ് സാർ? അതോ ഇപ്പോൾ അന്വേഷിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇതുവരെ കിട്ടിയേക്കുന്ന വിവരങ്ങൾ കേരളത്തിൽ തന്നെയാണ്. ഈ ദത്തെടുക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി അവരെ അറിയിക്കാതെ തന്നെ വളർത്തണമെന്നുള്ള ആഗ്രഹത്തുള്ള രക്ഷിതാക്കൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇവർ കൈമാറിയിട്ടുണ്ടോ? നിയമപരമായിട്ടുള്ള ഏറ്റെടുക്കലല്ല ഈ അന്വേഷണത്തിന് വെളിവാകുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഏറ്റെടുക്കലല്ല നടന്നതായിട്ടാണ് വെളിവാകുന്നത്. എത്ര കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു അന്വേഷണത്തിൽ ആദ്യഘട്ടം. നിലവിൽ ആദ്യ അന്വേഷണത്തിൽ നമുക്ക് ഒരെണ്ണം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, ബാക്കി നമ്മൾ അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് തുടരുന്ന ഒരു പ്രവൃത്തിയായിട്ടാണോ മനസ്സിലാക്കുന്നത്? അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് അന്വേഷണം നടന്നു വരുന്നതല്ലേ ഉള്ളൂ. നടന്നു വരുന്നത് ഈ സംഘത്തിന് സംസ്ഥാനത്തെ ആകെ ബന്ധങ്ങളുള്ള സംഘമാണോ അതോ ഇതിനെക്കുറിച്ചുള്ള ഇവരുടെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തവർ പല ജില്ലകളിൽപ്പെട്ടവരാണ്. അതേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. സാർ, ഈ നിലവിലുള്ള കേസ് ഒന്ന് ആസാം സ്വദേശിയുടെ മൊഴി അടിസ്ഥാനമാക്കിയുള്ള ഒരു കേസല്ലേ? അതെ. രണ്ടാമത്തെ കേസിലാണ് ഈ കുട്ടിയെ വിറ്റു എന്ന ഒരു സംശയം നിൽക്കുന്നത്. അതെ, അത് നമ്മളൊരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ കൂടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സോമോട്ടോ ആയിട്ടാണ് എഫ്ഐആർ എടുക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ടാവും സാർ? കൂടുതൽ കുറച്ച് പ്രതികൾ വരാം. അന്വേഷണത്തിൽ വരുന്നതനുസരിച്ച് വേറെ കൂടുതൽ പ്രതികൾ വരുമോ ഇല്ലോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ കേസിലും ഇതേ പ്രതികളൊക്കെ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സാറേ? പ്രധാന പ്രതികൾ ഇവരൊക്കെ തന്നെയാണ്. നമ്മളധികം പുറകോട്ട് പോകാനില്ല. മിക്കവാറും ഒരു 6 മാസം 8 മാസം പിന്നോക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യമായിട്ട് കുഞ്ഞിനെ കൈമാറുന്നത്. 6 മാസം മുന്നെയാണ്. അത് 6 മാസം ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. നമുക്കത് ഏതാ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ശരിയല്ല, അത് അന്വേഷണത്തിൽ അങ്ങനെ മനസ്സിലായിട്ടില്ല. പ്രതികൾക്ക് ഇതിന് വേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ഇപ്പോൾ? നിലവിലുള്ള പ്രതികൾക്ക് ഇതല്ലാതെ വേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തിൽ വെളിവായിട്ടില്ല. സ്വാഭാവികമായിട്ട് കേസിൽ വാങ്ങിയവർ കൂടി ഇതിലേക്ക് പ്രതിയാക്കപ്പെടില്ലേ? ഏതാ വാങ്ങിയവർ കൂടി പ്രതിയാക്കപ്പെടില്ലേ കേസുകളിലേക്ക്? അല്ല, അതിപ്പോൾ പറയാൻ പറ്റില്ല. അന്വേഷണത്തിൻ്റെ അവരുടെ ഭാഗം കേട്ട ശേഷം അതിൻ്റെ എല്ലാം പരിശോധിച്ച ശേഷമേ അത്ര പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ അതിനകത്ത് പറഞ്ഞ ശരിയാകത്തില്ല. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ഇതിൽ എങ്ങനെയാണ് സാർ ഉപയോഗിച്ചിരുന്നത്? ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു അവരുടെ കൂടുതൽ ഡീലിങ്സ്.